ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു രാത്രി തന്നെ കട്ട് ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ അമ്മ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനും പോയിന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ചക്ക വെട്ടാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വെട്ടിയാൽ ചക്ക രണ്ടാവത്തില്ല, അതെന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മ ചക്ക വെട്ടുവാണ്, ഞാനതിനെ ഇളക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇളക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്നെക്കൊണ്ട് പറ്റിയില്ല. കുറേ നേരം എടുത്തിട്ടാണ് ഒരു ചക്ക ഇളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. റംബൂട്ടാനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വേണ്ടി സിമ്പിളായിട്ട് ഇളക്കിയെടുത്തു, പക്ഷേ ഇത് കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ചക്ക ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചക്ക ഇളക്കലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ മാറ്റിയിട്ട് ബാക്കി ചക്ക കൂടെ ഇളക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ബാക്കി ചക്ക ഫുൾ ഇളക്കിയതിന് ശേഷം കാണിക്കാവേ. അപ്പോൾ ഒരു മുഴുവൻ ചക്കയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ എല്ലാം ക്ലീൻ ചെയ്ത് തരുവാണ്, ഞാൻ ഫുൾ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചക്ക കിട്ടി തുടങ്ങിയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചക്ക കൊണ്ട് ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചക്ക ഫുൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് വറ്റലിട്ടാലോ. ആ ചക്ക വറ്റലിടാൻ കൊള്ളൂലെന്നാണേ പറഞ്ഞത്. എന്നാലും നമുക്ക് കുറച്ച് അടിച്ച് മാറ്റി വറ്റലിട്ട് കഴിച്ചു നോക്കാം. എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ ചക്ക വറ്റൽ ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ നിന്ന് വാങ്ങാൻ ചില സമയത്ത് കൊള്ളത്തില്ലായിരിക്കും, വീട്ടിലുണ്ടാക്കണ ഇഷ്ടമാണ്. അപ്പോൾ ചക്കയിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഞാനിത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചക്ക വറ്റലിടാൻ കൊള്ളത്തില്ല, വെറുതെ ഉണ്ടാക്കണ്ടെന്ന്. പിന്നെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, കഴിക്കാൻ കൊള്ളായിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എണ്ണയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണി അതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ വറ്റലിടുന്നത്, അതോ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാറില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സ് ആവും, എന്നാലും വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്ക കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചക്ക വറ്റലുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയാണ്, കഴിക്കാൻ കൊള്ളായിരുന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നല്ലപോലെ ഇളക്കി കരിയാത്ത രീതിയിൽ മൂപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നെപ്പോലെ ചക്കവറ്റൽ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വറ്റൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോരിയെടുക്കാം. വിചാരിച്ച പോലെയല്ല, ചക്കവറ്റൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ചുകൂടെ വറ്റലിട്ടാൽ മതിയായിരുന്നെന്ന്. പിന്നെ ബാക്കി ചക്ക പിറ്റേ ദിവസമാണ് അരിഞ്ഞ് അവിയലുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ തന്നെ ചക്ക അരിയലായിരുന്നേ. ഇനി നമുക്ക് ഇതിനെ അവിയൽ വെക്കാം. നമ്മൾ ഫസ്റ്റായിട്ടാണ് ഈ രീതിയിൽ അവിയൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കയിലോട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സ് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ടാണ് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ രീതിയിലാണോ അവിയൽ വെക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെച്ചാണ് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ സമയത്താണെങ്കിൽ ഫുള്ളായിട്ട് നല്ല പോലെ കുഴഞ്ഞ് അങ്ങനെ പോവും. ഇതാണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ടതുപോലെ അതുപോലെ തന്നെ കിടക്കും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.